എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അടുത്ത് വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ്. ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റും, രണ്ട് കമ്പനി ബോർഡ് LGSും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമേ, അടുത്തങ്ങോട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയല്ലേ, അതായത് VFA വരാൻ പോകുന്നു, ബിവറേജ് LD വരാൻ പോകുന്നു. പുള്ളി എന്താ ഇതൊന്നും പറയാത്തത്? അപ്പോൾ ഞാൻ ഒരിക്കലും ഈ VFA ബിവറേജ് LD ഇത് മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് എന്ത് ചെയ്യത്തില്ല, ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഞാൻ പറയത്തില്ല ഇത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. കാരണം ഇതിന് നിയമനം എന്തായിരിക്കും, കുറവായിരിക്കും. വളരെ കുറച്ച് അഡ്വൈസ് മാത്രമേ ഈ പരീക്ഷകൾക്ക് പോകത്തുള്ളൂ. പക്ഷേ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ദെൻ കമ്പനി ബോർഡ് LGS അങ്ങനെയല്ല. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഒരുപാട് അഡ്വൈസ് പോകും. ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 4000-ലധികം അഡ്വൈസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ദെൻ കമ്പനി ബോർഡ് LGS ആണെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഒത്തിരി നിയമനങ്ങൾ എന്ത് ചെയ്തു, അതിനകത്ത് നടന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പരീക്ഷ പ്രത്യേകത, കഴിഞ്ഞ കട്ട് ഓഫുകളൊക്കെ എത്രയായിരുന്നു. നോക്കി, ഇവിടെ രണ്ട് കാറ്റഗറിയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, അതായത് രണ്ടായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്താണെന്ന് ചോദിച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ KSFE, അതേപോലെ KSEB, കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്, കെൽട്രോണും, അതേപോലെ KSRTC, അതേപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ്, അതാണ് നമ്മുടെ ജോലി വരുന്നത്. ഓക്കെ, രണ്ടായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒന്ന് ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അങ്ങനെ പറയാം. ഫോർ എക്സാമ്പിൾ KSFE, KSEB, KMML, കെൽട്രോൺ, അതേപോലുള്ള സ്ഥലങ്ങൾ. ഓക്കെ, രണ്ടാമത്തേത് KSRTC പോലെയുള്ള സ്ഥലങ്ങൾ, ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ മുതലാണ് രണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പരീക്ഷകളുടെ കട്ട് ഓഫ് എത്രയായിരുന്നു നോക്കി. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 026/2022. 2022 നോട്ടിഫിക്കേഷൻ വന്നത്. 2022 വർഷം, ഇപ്പോൾ 2025 3 വർഷത്തിന് ശേഷം നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നോക്കാം, ഇവിടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു. കാറ്റഗറി നമ്പർ 026/2022, അതായത് KSEB, KSFE, കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്, പിന്നെ കെൽട്രോൺ, ഇതേപോലുള്ള സ്ഥലങ്ങളിലെ അസിസ്റ്റന്റ്. സോ പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നിട്ട് 39.0776 മാർക്കായിരുന്നു. സോ ഡിഗ്രി ലെവൽ പരീക്ഷകളെല്ലാം തന്നെ രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും സെലക്ഷൻ നടക്കുന്നത്. ഒരു പ്രിലിംസ് കാണും, പിന്നെ അത് കഴിഞ്ഞ് മെയിൻസ് കാണും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളിൽ എന്തും കൂടെ കാണും, ഇന്റർവ്യൂയും കൂടെ കാണും. ഓക്കെ, ഇനി കമ്പനി ബോർഡിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇതുവരെ പരീക്ഷ നടന്നത്, പ്രിലിംസ് എക്സാം പിന്നെ മെയിൻസ് എക്സാം. സോ പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നിട്ട് വെറും 39.07776 മാർക്കായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്. ഇനി മെയിൻസിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നോക്കാം എത്ര മാത്രമേ മെയിൻസിന്റെ കട്ട് ഓഫ് ഉള്ളൂ. 43.33 മാത്രമേ കട്ട് ഓഫ് ഉള്ളൂ, വെറും 43 മാർക്ക്. അതായത് എക്സാം നോക്കുകയാണെങ്കിൽ ഒരുപാട് കടുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നില്ല, പക്ഷെ കട്ട് ഓഫ് താഴ്ന്നു. 43.33 മാർക്കാണ് കട്ട് ഓഫ്. എന്തുകൊണ്ടാണ് കട്ട് ഓഫ് താഴ്ന്നത്? റീസൺ ഇത്രയേ ഉള്ളൂ, ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം 3763 ആൾക്കാരാണ്. മെയിൻ ലിസ്റ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 3763 ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിനകത്തുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ മെയിൻ ലിസ്റ്റിൽ മൊത്തം 3763 ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ നോക്കി, ഇതുവരെ എത്ര അഡ്വൈസ് നടന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ കാണിച്ചു തരാം. ഇതുവരെ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 13/3/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. ഡേറ്റ് മറക്കണ്ട, 13/3/2024 എന്ന് വെച്ചാൽ ഇന്ന് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1 വർഷവും 3 മാസവും കഴിഞ്ഞായിരുന്നു. സോ 1 വർഷവും 3 മാസം കൊണ്ട് 1391 അഡ്വൈസ്, 1400 അഡ്വൈസ്. അങ്ങനെയാണെങ്കിൽ 3 വർഷമാകുമ്പോൾ ഏതാണ്ട് ഫുൾ ആൾക്കാർക്കും എന്ത് കിട്ടും, അഡ്വൈസ് കിട്ടും. മെയിൻ ലിസ്റ്റിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും അഡ്വൈസ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ബാക്കിയുള്ള ഇപ്പോൾ SC/ST ആണെങ്കിലും സപ്ലൈ താഴെ പെട്ടെന്ന് തന്നെ ജോലി കയറാൻ പറ്റും. OBC ആണെങ്കിലും എന്ത് കിട്ടും, പെട്ടെന്ന് ജോലി കയറാൻ പറ്റും. ഓക്കെ, ഇത്രയേറെ നിയമന സാധ്യത എന്ന് വെച്ചാൽ ഒരു മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി. അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുക്കാം. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനകത്ത് എത്ര പേർക്ക് ജോലി കിട്ടും? ഒരു 600 പേർക്ക് ജോലി കിട്ടും, ശരിയല്ലേ? മാക്സിമം 600 ആയിക്കോട്ടെ, 700 ആയിക്കോട്ടെ. എന്നാൽ ഇവിടെയാണെങ്കിൽ എത്രയാണ്? ഇവിടെ അതിന്റെ ഏതാണ്ട് 7 മടങ്ങാണ്, 6 മടങ്ങ്, 7 മടങ്ങ് ആൾക്കാർക്കാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ജോലി കിട്ടുന്നത്. എന്ന് വെച്ചാൽ നിയമന സാധ്യത ഏറ്റവും കൂടുതൽ, ജോലി സാധ്യത ഏറ്റവും കൂടുതൽ. നമ്മൾ എഫേർട്ട് കൊടുത്താൽ, പഠിച്ചാൽ ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന എക്സാമാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഓക്കെ, സോ കഴിഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു? 43.33 മാർക്കായിരുന്നു. 3763 പേരാണ് ലിസ്റ്റിനകത്ത്, മെയിൻ ലിസ്റ്റിനകത്ത് മാത്രം എന്ത് ചെയ്തത്, ഇൻക്ലൂഡ് ചെയ്തത്. ഇത് ഏതാണ്? ഗ്രേഡ് 1 ആണ്. ഇനി ഗ്രേഡ് 2ലേക്ക് പോകുമ്പോൾ കാറ്റഗറി നമ്പർ 653/2021, 653/2021. അവിടെ മെയിൻസിന്റെ കട്ട് ഓഫ് വന്നിട്ട് 53.67 മാർക്കായിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ്. 1753 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് 1753 പേരാണ് മെയിൻ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുക,
ഇവിടെ അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതുവരെ ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏതാണ്ട് കഴിഞ്ഞ വർഷം 2024 ജനുവരി മാസമാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷമായി 721 അഡ്വൈസ് പോയായിരുന്നു, 721. അപ്പൊ ഇതിന്റെ ഇരട്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം 3 വർഷം കൊണ്ട്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് റാങ്ക് ലിസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ, ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ 5000-ലധികം അഡ്വൈസ് ആണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, PSC നടത്തുന്ന പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ഇത്രയും നിയമനം നടക്കുന്നുണ്ടോ? ഇല്ല, ഒന്നിനും നടക്കത്തില്ല. അതാ ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്ന. പഠിച്ചാൽ ജോലി ഷുവറാണ്. അപ്പൊ നിങ്ങളും അങ്ങനെ ഒരു എക്സാമിനല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് വേക്കൻസി കുറഞ്ഞ പഠിച്ച ജോലി കിട്ടുമോ കിട്ടത്തില്ലെന്ന് ഉറപ്പില്ലാത്ത എക്സാമിനോട് നമ്മൾ പ്രിപ്പയർ ചെയ്യോ? ഇല്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർ ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ, പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം ഒക്കെ കളഞ്ഞിട്ട് പുതിയൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത എക്സാം ഏത് പിടിക്കാം? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പിടിക്കാം. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ ഈ വർഷം 2025 നവംബർ മാസമോ ഡിസംബർ മാസമോ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അല്ലാതെ ദാ വരുന്നു ഈ മാസം അടുത്ത മാസം നോട്ടിഫിക്കേഷൻ ഒന്നും കാണത്തില്ല. ഈ വർഷം അവസാനം നവംബർ മാസമോ ഡിസംബർ മാസമോ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതിന്റെ പ്രിലിംസ് എക്സാം 2026 ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാം, പ്രിലിംസ് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് മെയിൻസ് എക്സാം പ്രതീക്ഷിക്കാം. അതിനുശേഷം 2027 ഡേറ്റ് പറയുകയാണെങ്കിൽ 2027 മൂന്നാം മാസം എന്ത് ചെയ്യും, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. 2027 മൂന്നാം മാസം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിന് 2030 വരെ കാലാവധി ഉണ്ട്. ഓക്കെ, 30 വരെ കാലാവധി, 2030 മൂന്നാം മാസം വരെ കാലാവധി. മക്കളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു എക്സാം ഒരു കുട്ടിക്ക് കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ, അതായത് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങിയതിന് ശേഷം പ്രിപ്പറേഷൻ തുടങ്ങിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അടുത്ത എക്സാം വരും, അടുത്ത എക്സാം വരും, അടുത്ത എക്സാം വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ആദ്യമേ നമ്മൾ തുടങ്ങിയാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിനെ പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കാം, ഈ റാങ്ക് ലിസ്റ്റിന് 2030 വരെ കാലാവധി ഉണ്ട് എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഈ എക്സാം കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അയാൾ അടുത്ത് ഇതേപോലെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് 2030 വരുന്ന റാങ്ക് ലിസ്റ്റിലായിരിക്കും. സോ റാങ്ക് ലിസ്റ്റ് വരുന്ന വർഷം തന്നെ നമുക്ക് ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 2033 വരെയാണ് അടുത്ത് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. ഇപ്പൊ വരുന്നതല്ല, അടുത്ത് വരാൻ പോകുന്ന. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരാള് ഒരു എക്സാം കയ്യിൽ നിന്ന് പോയാൽ അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വർഷം ഇപ്പം എത്ര ആയിട്ടുള്ളൂ, 2025 ആയിട്ടുള്ളൂ. 5 വർഷം 6 വർഷമൊക്കെ എന്ത് ചെയ്യുന്ന കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. സോ ഒരിക്കലും അങ്ങനൊരു അവസ്ഥ വരരുത് മക്കളെ. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2027 മൂന്നാം മാസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സർവീസിലേക്ക് കയറാം. അതായത് ഇനി നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഒരുപാട് കാലമൊന്നുമില്ല. ഇപ്പൊ എന്തായി, ജൂൺ മാസമായി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ജസ്റ്റ് 5 മാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് സിലബസ് നമുക്ക് തീർക്കാം. അടിപൊളിയായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചോദിച്ചാലും ക്വസ്റ്റ്യൻസിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. സോ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇത് പ്രിപ്പയർ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഇനി അടുത്ത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, ദെൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവറേജ് LD, കമ്പനി ബോർഡ് LGS. അപ്പോൾ ഈ ഒറ്റ പ്രിപ്പറേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റും. എന്ന് വെച്ചാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് സെയിം സിലബസ് ആണ്, എക്സൈസ് ഇൻസ്പെക്ടർ പ്രിലിംസ് സെയിം സിലബസ് ആണ്, ജയിലർ പ്രിലിംസ് സെയിം സിലബസ് ആണ്. ഇനി അത് കഴിഞ്ഞ് ഇതേ പ്ലസ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത് പ്ലസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് മൂന്നും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് VFA, ബിവറേജ് LD, കമ്പനി ബോർഡ് LGS പോലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളി മാർക്ക് നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ, ഒരിക്കലും നമുക്ക് ഇത്രയും നല്ല പോസിറ്റീവ് ഒരാൾ താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും. ഒറ്റ എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ മതി, എല്ലാം എന്ത് ചെയ്യാം, കൂടെ നമുക്ക് കൊണ്ടുപോകാം. മാത്രമല്ല നല്ല ജോലി നോക്കി നമുക്ക് ഇഷ്ടമുള്ള ജോലി നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് കൊണ്ടുവയ്ക്കുക, മുൻപോട്ട് കൊണ്ടുവയ്ക്കുക. നന്നായിട്ട് വർക്ക് ചെയ്തോ, ഇപ്പോഴെങ്കിലും തുടങ്ങിക്കോ, ഇനി നീട്ടിക്കൊണ്ട് പോകണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ സൂപ്പർ നോട്ട്സും ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് പിള്ളേരെ നേരത്തെ പഠിപ്പിക്കണം, അവർക്ക് ജോലി നേരത്തെ തന്നെ എന്ത് ചെയ്യണം, അതായത് ആദ്യ റാങ്കിൽ തന്നെ വരണം, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ സൂപ്പർ നോട്ട്സും ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഈ മാസം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബാച്ച്. അപ്പോൾ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് നമ്മൾ ഈ ബാച്ചിനകത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ജൂൺ മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അടിപൊളി ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് കൊടുക്കുന്നു, റിവിഷൻസ് കൊടുക്കുന്നു, ഡെയിലി എക്സാം കൊടുക്കുന്നു, മോക്ക് എക്സാം കൊടുക്കുന്നു, വീക്ക്ലി എക്സാം കൊടുക്കുന്നു. അതിനുശേഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ റിവിഷൻ കൊടുക്കുന്നു. അതിനുശേഷം ജനുവരി മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ബാക്കി എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ചെയ്യുന്ന എന്താണ്, സിലബസ് മൊത്തം തീർത്ത്, എല്ലാ സിലബസും തീർത്ത്, റിവിഷനും കൊടുത്ത് എന്ത് ചെയ്യുന്നു, ക്വസ്റ്റൻ പ്രാക്ടീസിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ചിടാൻ പറ്റും. അത് കഴിഞ്ഞ് പ്രിലിംസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ പ്രിലിംസിന് വേണ്ടി മാത്രമുള്ള ബാച്ച് അല്ല, പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ്. നിങ്ങൾക്ക് മെയിൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, ആക്സസ് കിട്ടുന്നു. അവിടെ നമുക്ക് മെയിൻസിന്റെ കണ്ടന്റ് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി എല്ലാവരും ജസ്റ്റ് പഠിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് സിലബസ് തീർത്ത് ഒത്തിരി 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 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അടിപൊളി റേഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അതുകൊണ്ട് ഇനി താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ബാച്ചിലേക്ക് എന്ത് ചെയ്തോ, ജോയിൻ ചെയ്തോ. അപ്പോൾ ഇതൊരു ലോങ് ടേം ബാച്ചാണ്, അല്ലാതെ ബാക്കി നിങ്ങൾ എവിടെ നിങ്ങൾ പോയാലും ഒരു 3 മാസം 4 മാസം കൊണ്ട് എന്ത് ചെയ്യുന്നു, സിലബസ് തീർക്കുന്നു, എല്ലാവരും ബുക്ക് പരിപാടി തീർന്നിട്ടുണ്ട്, നമുക്ക് അടുത്ത ബാച്ചിൽ കാണാം, അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, എക്സാം വരെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട്, എക്സാം വരെ പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട്, അത് സൂപ്പർ നോട്ട്സിന്റെ ഗ്യാരണ്ടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു ബാച്ച്, ഒരു ലോങ് ടേം ബാച്ച്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞ് ഒരു പ്രോപ്പർ മെന്റർഷിപ്പും ബാക്കി എല്ലാം കാണും. പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ്. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോ, ജോയിൻ ചെയ്തോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും, അതായത് നമ്മൾ ആദ്യം ഫസ്റ്റ് 150 പേർക്കെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, പക്ഷേ ഒരുപാട് കുട്ടികളായി. സോ നമ്മുടെ ബാച്ചിൽ ഈ ആഴ്ച വരെ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും, നമ്മൾ ഈ ആഴ്ച ഈ ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഈ ആഴ്ച വരെ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും VFAയുടെ ഫുൾ ആക്സസ്, VFA ബിവറേജ് എൽഡി ആ ബാച്ചുകളുടെ കണ്ടന്റിലേക്ക് ഫുൾ ആക്സസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കേണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തോ, ജോയിൻ ചെയ്തോ. സോ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാ, 828122823366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങളെ പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് ഞങ്ങൾ നൽകുന്നത് എല്ലാം മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെന്റർഷിപ്പ് കിട്ടിയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്പർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട, 8281223366. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ക്ലാസ്സസ് നിങ്ങളത് കണ്ടു നോക്കാം, നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടും. ഓക്കെ, അതായത് നമ്മുടെ പെയ്ഡ് ബാച്ച് ആയിക്കോട്ടെ, യൂട്യൂബിലെ ക്ലാസ് ആയിക്കോട്ടെ, ഒരു ഡിഫറൻസും കാണത്തില്ല. രണ്ടും ഒരേ ക്വാളിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. എന്ന് വെച്ചാൽ അത് നമുക്കൊരു നിർബന്ധമുണ്ട്, ബാക്കി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി എന്ത് ചെയ്യരുത്, ഒരിക്കലും കുറയരുത്. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു ക്വാളിറ്റി നമ്മുടെ ഒരു ഫാക്കൽറ്റീസിനും വീട്ടിലിരുന്ന ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരു വിഷ്വൽ ആയിക്കോട്ടെ, പകുതി മങ്ങി ഒരു ഇരുട്ടത്തിരുന്ന് ജസ്റ്റ് ഒരു റൗണ്ടിനകത്ത് വന്നിരുന്ന് ക്വാളിറ്റി എന്ത് ചെയ്യും, ലോസ് ആവും. ഓഡിയോ ക്വാളിറ്റി എന്ത് ചെയ്യും, പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലും അടിപൊളി മെന്റർഷിപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്താൽ ഈ ഒരു അവസരം പാഴാക്കണ്ട. നമുക്ക് ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു.